നാർസിസം എന്ന് പറയുന്നത് ഇങ്ങനെ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ വളരെ സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള വേർഷൻ ഓഫ് എക്സ്പ്ലനേഷൻസ് ഉണ്ടാകുന്നത്. 4 അന്ധന്മാരായ ആളുകൾ ആനയെ കണ്ടതുപോലെ, ഒരാൾ കാലിൽ തൊട്ട് നോക്കുന്നു, അപ്പോൾ പറയുന്നത് ഇത് തൂണ് പോലെ ആന തൂണ് പോലെയാണ് ഇരിക്കുന്നത്. ചിലർ പറയുന്നു വയറിൽ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് മതിൽ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പല എക്സ്പ്ലനേഷൻസ്. ഞാൻ ആദ്യമായിട്ട് ഈ മെർക്കുറി, രസം എന്ന് പറയുന്ന മെറ്റൽ ആദ്യമായിട്ട് കണ്ട ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരു ദിവസത്തോളം അതിൻ്റെ മുന്നിലിരുന്ന് അതിനെ ഇങ്ങനെ വീക്ഷിച്ചു. കാരണം ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഇമാജിൻ ഒരു ലോഹം ഒരേ സമയം ലിക്വിഡും ലോഹവുമായിരിക്കാൻ പറ്റുമെന്നത് എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ ഒരു പ്രതിഭാസമാണ് നാർസിസം. അതിന് പല തലങ്ങളുണ്ട്. ഈ പല വേർഷൻസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓഫ് നാർസിസം, അത് നമ്മൾ ഈ ആറ്റം മോഡലുണ്ടല്ലോ, ആറ്റമിൻ്റെ മോഡലിനെ കുറിച്ച് പണ്ട് സയൻറ്റിസ്റ്റുകൾ പല കാലഘട്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീൽ ബോർഗിൻ്റെ ആറ്റമിൻ്റെ മോഡലുണ്ട്. ഏറ്റവും അടിയിൽ പ്രോട്ടോൺ, പിന്നെ ന്യൂട്രോൺ, ഇലക്ട്രോൺ, അങ്ങനെയുള്ള. അതിന് മുമ്പേയും ഒത്തിരി മോഡൽസ് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഈ ഒബ്ജക്റ്റീവ് ട്രൂത്തിനോടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മനുഷ്യൻ ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ വേർഷൻ ഓഫ് എക്സ്പ്ലനേഷൻസ് ആണ് ഇങ്ങനെ പലതരത്തിലുള്ള നാർസിസ്റ്റിക് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് ഉള്ളത്. DSM-5 അല്ലെങ്കിൽ DSM എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഫോർ മെൻ്റൽ ഡിസോർഡേഴ്സ്. അമേരിക്കയിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡാണ് ഫോർ ഡയഗ്നോസിങ് മെൻ്റൽ ഡിസോർഡേഴ്സ്. വേൾഡ് വൈഡ് ആയിട്ട് ഈ DSM എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ DSM-5 ഇങ്ങനെ പേഴ്സണാലിറ്റി ടൈപ്പുകൾ അല്ലെങ്കിൽ ഡിസോർഡറുകളെ കുറിച്ച് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C. അപ്പോൾ നാർസിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്ലസ്റ്റർ Bക്കകത്ത് വരുന്ന പ്രതിഭാസമാണ്. ക്ലസ്റ്റർ Bക്കകത്ത് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ഇങ്ങനെ 4 തരം പേഴ്സണാലിറ്റി ടൈപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവയിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ഇതിനെക്കുറിച്ചാണ് സ്പെസിഫിക്കായിട്ട് നമ്മൾ നാർസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം ഇതിനകത്ത് ഇരയാകുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അത് ബോധപൂർവം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്ന ആളുകളെ, അതായത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ട് അതുള്ള ആളുകൾക്ക് അല്ല കൂടുതലും ബുദ്ധിമുട്ട്, അയാളുമായി ഇടപെടുന്ന മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് നാർസിസത്തിൻ്റെ ഒരു മോഡൽ. രണ്ടാമത്തെ ഒരു മോഡലാണ് ഇങ്ങനെ നാർസിസത്തെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക. ഒന്ന് സോഷ്യോപാത്സ്, പിന്നെ സൈക്കോപാത്സ്. ഇത് ജനറലായിട്ട് ആളുകളിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരു മോഡലാണ്. ഈ മോഡലിൽ ഒരാൾ സോഷ്യോപാത്തോ സൈക്കോപാത്തോ ആകണമെങ്കിൽ അയാളൊരു നാർസിസിസ്റ്റ് ആയിരിക്കണം അടിസ്ഥാനപരമായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനപരമായ ഒരു അവസ്ഥയാണ് നാർസിസം. നാർസിസമായിട്ടുള്ള ഒരാൾ കുറച്ചുകൂടി അതൊരു സോഷ്യോപാത്തായിട്ട് മാറാം, സൈക്കോപാത്തായിട്ട് മാറാം. അപ്പോൾ ഈ മോഡലിൽ നാർസിസ്റ്റ് എന്ന് പറയുന്നത് ആളുകളെ ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മോശക്കാരനാകുന്ന ആളല്ല. അയാൾക്ക് ലാക്ക് ഓഫ് എമ്പത്തി ഉണ്ട്. ഹി ഡിസ്റിഗാർഡ് സോഷ്യൽ കൺവെൻഷൻസ്, സോഷ്യൽ ക്യൂസ് ആൻഡ് നോംസ്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ദേ ഫീൽ എൻറ്റൈറ്റിൽഡ്, ബട്ട് ദേ ആർ നോട്ട് ഇൻറ്റൻഷനലി ഈവിൾ. ദേ ആർ അബ്സെൻറ്റ് മൈൻഡഡ്ലി ആൻഡ് incidentally evil, and some of them incorporates moral values into their sense of superiority. They are simply careless in the treatment of others. അവർ അബ്സെൻറ്റ് മൈൻഡഡ് ആണ്, പക്ഷേ അവർ കാൽക്കുലേറ്റഡ് ആയിട്ടും പ്രീമെഡിറ്റഡ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ല. ഈ ഒരു മോഡലിൽ നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത് ദേ ആർ അഡിക്റ്റഡ് ടു നാർസിസ്റ്റിക് സപ്ലൈ. നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ ആളുകളായിരിക്കാം, സ്ഥാനങ്ങളായിരിക്കാം. അവർക്ക് എന്തൊക്കെയോ വേണം, അതിനുവേണ്ടി അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കണം, ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളല്ല. അവർക്ക് അഡ്മിറേഷൻ വേണം, അവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം വേണം. അതിനുവേണ്ടി they have a problem with the self-worth and self-esteem. So to overcome that, they happen to be bad. The end goal of a narcissist in this model is to suck you out dry of the narcissistic supply. So their end goal is not to harm you, but to get what they want from you.
narcissists have a void to fill in their soul, in their heart. They don't want to destroy you, but they want you as the supply. ഇത് ഈ മോഡലിനകത്തെ നാർസിസ്റ്റിൻ്റെ ഒരു പിക്ചർ. പക്ഷേ ഒരു നാർസിസ്റ്റ് സോഷ്യോപാത്തോ സൈക്കോപാത്തോ ആയിക്കഴിഞ്ഞാൽ അവർ ഇൻറ്റൻഷനലി ഹാം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചുറച്ച ആളുകളാണ്. അവിടെയാണ് അവർ കുറച്ച് ഡേഞ്ചറസ് ആകുന്നത്. അപ്പോൾ ഈ സോഷ്യോപാത്ത് സൈക്കോപാത്ത് ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സോഷ്യോപാത്ത് എന്ന് പറഞ്ഞത് ദേ ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ്. അപ്പോൾ ഇത്ര ആളുകൾക്ക് ജനറ്റിക്കലായിട്ടുള്ളൊരു പ്രീ ഡിസ്പോസിഷൻ ഉണ്ട് ഇങ്ങനെ ആകുവാൻ ആയിട്ട്. പക്ഷേങ്കിൽ അവരുടെ നേച്ചർ ആൻഡ് നർച്ചർ, ഒരാൾ ജന്മന ഒരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ ആകാൻ. പക്ഷേ അവരെ അങ്ങനെ വളർത്തി, കുറച്ച് നാളിൽ എങ്ങനെ വളർത്തി, അവർക്ക് കിട്ടിയ കെയർ, അവരെ ഏറ്റവും അടുത്ത ഫസ്റ്റ് കെയർ ടേക്കർ, ഇങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ്, അവർക്ക് ഫിസിക്കലായിട്ടുള്ള ടച്ച്, സമയാസമയങ്ങളിലുള്ള മുലയൂട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലേൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഇങ്ങനെ ആകിത്തീരാനുള്ള സാധ്യത. പകുതി നേച്ചറും പകുതി നർച്ചറും. ഇതിനകത്ത് ഈ മോഡൽ പറയുന്നത് സോഷ്യോപാത്ത് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ് ബിക്കോസ് ദ വേ ഹൗ ദേ വർ ബോട്ട് അപ്പ്. പക്ഷേ സൈക്കോപാത്തുകൾ ദേ ആർ ബോൺ ബിക്കോസ് ദാറ്റ് ഈസ് മോർ ഓഫ് എ പ്രീ ഡിസ്പോസിഷൻ ദാറ്റ് ബിക്കം ഡോമിനൻറ്റ് ഇൻ ദർ ലൈഫ്. ഇങ്ങനെയാണ് ഇതിനകത്തെ മോഡൽ. സോഷ്യോപാത്ത് എന്ന് പറഞ്ഞാൽ ദേ നെവർ ഹാം യു ഫിസിക്കലി. പക്ഷേ സൈക്കോപാത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന സീരിയൽ കില്ലേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ ദേ ഹാം യു ഫിസിക്കലി, ദേ പ്ലാൻ തിങ്സ് വെൽ ഇൻ അഡ്വാൻസ്, ദേ സ്കീം വെരി ക്ലിയർലി, ബട്ട് ദാറ്റ് ഈസ് ഓൺ ദ ഫിസിക്കൽ ലെവൽ, ഫിസിക്കൽ ഹാം അങ്ങനെയുള്ള. പക്ഷേ സോഷ്യോപാത്ത് എന്ന് പറഞ്ഞാൽ സോഷ്യോപാത്തുകൾ പലപ്പോഴും ജയിലിൽ പോകുമോ, ദേ വിൽ നെവർ ഗെറ്റ് ഇൻ ട്രബിൾ വിത്ത് ദ ലോ because they know the social norms very well. They operate well within the social norms. They change their behavior very well to fit in to the social norm. പക്ഷേ സൈക്കോപാത്തുകൾ കുറച്ചുകൂടെ ഇമ്പൾസീവ് ആണ്. They are impulsive and that's why they get caught in the law and probably they go to jail, etc. Psychopaths, they have very less interpersonal skills. Also they may break the law knowingly and visible to others. പക്ഷേ സോഷ്യോപാത്തുകൾ they operate within the social framework. They are people who do the social engineering in a big way. സോഷ്യോപാത്തുകൾ they are very much aware of the social norms. അതുകൊണ്ട് തന്നെ they plan well ahead regarding how they appear. അവരുടെ അപ്പിയറൻസിനെ അവർ നല്ലതുപോലെ മാറ്റി they fit very well into the social structure. പക്ഷേ behind that looking good face, they operate behind it. So ഒരു സോഷ്യോപാത്ത് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ they want to know about, they try to know everything about them. What are their likes, dislikes, whom do they meet, what is their value systems, all those things, so that they are scaling up and they are measuring this person so that they can use this information against them to get them down. They want to destroy you sometimes so that they can go take your place and go to grow up. ഒരു ഇതുപോലത്തെ ആളുകൾ, സോഷ്യോപാത്ത് ആയിട്ടുള്ള ആളുകൾ they become good politicians, they grow up the corporate ladder very fast. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ ടോപ്പിൽ അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ഇത്തരം ആളുകളെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. പക്ഷേ സൈക്കോപാത്തുകൾ they lack these social skills, but at the same time they have these narcissistic tendencies. So and they are impulsive, they break the law and they go to jail. ഇതാണ് ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. സോ അപ്പോൾ നമ്മൾ ഈ നാർസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സൈക്കോപാത്തുകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. കാരണം അത്തരം ആളുകളെ നേരിടാനായിട്ട് നിയമത്തിനകത്തൊരു വ്യവസ്ഥയുണ്ട്. പക്ഷേ ഈ സോഷ്യോപാത്തുകൾ എന്ന് പറയുന്നത് the law cannot do anything about them because they first go and probably study this law, what is acceptable limit, and then most of the activities, transactions in the society happens with a social contract. We don't write it down, right? ഇൻ്റർപേഴ്സണൽ ലെവലിൽ നമ്മൾ പറഞ്ഞ് എഗ്രി ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഒന്നും അതിനകത്ത് കാണത്തില്ല. ഈവൻ സോഷ്യോപാത്സ് ആർ പീപ്പിൾ ഹൂ ബ്രേക്സ് ദ സോഷ്യൽ കോൺട്രാക്ട് ഓൾ ദ ടൈം. അപ്പോൾ നമ്മൾ നാർസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമം തെറ്റിക്കുന്ന ഏത് ടൂൾസ് ഉപയോഗിച്ച് ആണ് ഇവരെ നേരിടേണ്ടതെന്ന് നമുക്ക് പിടികിട്ടാത്ത ആളുകളെക്കുറിച്ച്, അതായത് സോഷ്യോപാത്തുകളെക്കുറിച്ചാണ് നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ മോഡലാണ് ഓവേർട്ട് നാർസിസിസ്റ്റും കോവേർട്ട് നാർസിസിസ്റ്റും. ഈ മോഡലിനകത്ത് നാർസിസ്റ്റ് എന്ന് പറയുന്നത് നാസ്റ്റി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് പുള്ളി ബൈ മിസ്റ്റേക്ക് ഇതൊന്നും ചെയ്യുന്ന ആളല്ല. വളരെ കണ്ണിങ് ആയിട്ടുള്ള
വ്യക്തിയാണ്. പക്ഷേ അത് the way how it is manifested, the way how it is visible to others, that is in two ways. Overt narcissism എന്ന് വെച്ചാൽ their behavior is visible outside, their grandiosity, their extravagance, their sense of greatness, അതെല്ലാം they show it outside. These people are movers and shakers. അവർ ചിലപ്പോൾ ഫിലിം സ്റ്റാർസ് ആയിരിക്കാം, വലിയ 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 ആളുകളായിരിക്കാം. പക്ഷേ എങ്കിൽ കോവേർട്ട് നാർസിസിസം എന്ന് പറഞ്ഞാൽ their grandiosity is expressed in the negative. അപ്പോൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് if I were something then I would have. അവർക്ക് ഈ സെൻസ് ഓഫ് ഗ്രേറ്റ്നെസ് ഉണ്ട്, പക്ഷേ ദാറ്റ് ഈസ് നെവർ റിയലൈസ്ഡ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് വിസിബിൾ. ഈ കോവേർട്ട്, നമ്മൾ ഈ നാർസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സംസാരിക്കുന്നത് കോവേർട്ട് നാർസിസിനെ കുറിച്ചാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓവേർട്ട് നാർസിസിനെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാം. ഒരു ഗ്രൂപ്പിൽ അവർ വി ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റാൻഡ് ഹൂ ദാറ്റ് പേഴ്സൺ ഈസ് ഓർ ഹൂ ദോസ് പീപ്പിൾ ആർ. പക്ഷേ കോവേർട്ട് നാർസിസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇറ്റ് മേ ടേക്ക് എ ലൈഫ് ടൈം, യു മേ നോട്ട് ഫൈൻഡ് ദം ഔട്ട് ഈവൻ ഇൻ എ ലൈഫ് ടൈം, ഈവൻ ആഫ്റ്റർ ജനറേഷൻസ്. ദേ ഹൈഡ് ദെയർ നാർസിസിസം ബിഹൈൻഡ് ദെയർ മാനുഫാക്ചേർഡ് ഗുഡ് ക്യാരക്ടർ. ഇപ്പോൾ ഒരാൾക്ക് നമ്മളോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ പക, അല്ലെങ്കിൽ ഒരു അസൂയാണെന്ന് കരുതിക്കോ. ഒരസൂയ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ആളല്ല കോവേർട്ട് നാർസിസ്റ്റ്. ആ അസൂയയുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവം നമ്മുടെ മുന്നിൽ കാണിച്ച് ഈ അസൂയയെ പുറകിലേക്ക് മാറ്റി നിർത്തി നമ്മളോട് പെരുമാറുന്ന ആളാണ് കോവേർട്ട് നാർസിസ്റ്റ്. ദേ ആർ വെരി ഡേഞ്ചറസ്. അപ്പോൾ വെൻ വി ടോക്ക് അബൌട്ട് നാർസിസം, വി ആർ ഡെഫിനറ്റ്ലി ടോക്കിംഗ് അബൌട്ട് കോവേർട്ട് നാർസിസിസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഓവേർട്ട് നാർസിസിസ്റ്റ്. കോവേർട്ട് നാർസിസിസത്തെ ഡേഞ്ചറസ് ആക്കുന്ന ഘടകം എന്ന് പറയുന്നത് ദേ ആർ ലൈക്ക് ക്രോക്കഡൈൽസ്, ബിക്കോസ് ദേ ആർ നാർസിസിസ്റ്റ്. നമ്മൾ ഒരു ക്രോക്കഡൈലിനെ എത്ര നാൾ നമ്മുടെ വീട്ടിൽ പെറ്റായിട്ട് വളർത്തിയാലും ഇഫ് യു പുട്ട് യുവർ ഹാൻഡ് ഓർ ഹെഡ് ഇൻസൈഡ് ദ മൗത്ത്, ദേ വിൽ സ്നാപ്പ് യു ആൻഡ് കിൽ യു. അതോടൊപ്പം തന്നെ ദേ ആർ ലൈക്ക് സ്നേക്സ്. ദേ ആർ വെരി മച്ച് ഏബിൾ ടു ഹൈഡ് ദംസെൽഫ് വിത്തിൻ ദ എൻവയോൺമെൻറ്റ്, ആൻഡ് you will never realize that they are real snakes. This makes them really, really dangerous. But the ability to hide themselves within the social norms make them really, really dangerous. You cannot know what their intentions are because they show up to be a nice person. They don't show up like a bad person. A covert narcissist is continuously trying to trick other people. They're consciously hiding their narcissism in an active way. They are highly aware of the social norms. They're also called vulnerable narcissists. The grandiosity of a covert narcissist is expressed in a submissive way, which means that they play the image of a meek person, a humble person, and a harmless person, and use this to get what they want by not making the other person not feeling threatened. ഇനി കോവേർട്ട് നാർസിസത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ കോവേർട്ട് നാർസിസത്തിന് ലീസ്റ്റ് പാത്തോളജിക്കൽ ലെവൽ ടു ദ മോസ്റ്റ് പാത്തോളജിക്കൽ ലെവൽ നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റീവ് ഇൻട്രോവേർട്ട് നാർസിസിസ്റ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് സ്കേപ്പ് ഗോട്ടർ, ദ തേർഡ് വൺ ഈസ് അവഞ്ചർ. ഇതിനകത്ത് ഈ കോവേർട്ട് നാർസിസ്റ്റ് എന്ന് പറയുന്നത് they are vulnerable narcissists, they are introvert, they feel inadequate and broke inside, but they do not have the grandiosity that will make them great. So they are not great. At the same time they want to feel great. അപ്പോൾ ഈ ലീസ്റ്റ് പാത്തോളജിക്കൽ കോവേർട്ട് നാർസിസ്റ്റ് he's broke but he cannot take any action. He do not have the money or power to do that. They have the need to be liked, but they feel rejected and they feels inferior. So they lick their wounds and they are മുറിപ്പെട്ട മൃഗമായിട്ട് അവരിയ്ക്കുന്നു. അത് the next ലെവലിലേക്ക് വരുമ്പോൾ they are broke and they feel the need to take action. So but they don't have the power to take action to others, so they find a scapegoat within their power structure, within their framework. They want to punish others, but they don't have enough power to punish others, so they find a scapegoat and punish them. When it comes to the next level of pathology of a covert narcissist, they lose touch with the reality. They move away from this broke person and try to become another person, and they try to take action and they try to destroy their enemies. So this is a three
classifications from a least pathological to a high pathological level of classification for a covert narcissist. Covert narcissist classification പോലെ തന്നെ overt narcissist classification നമുക്ക് കാണാം. Overt narcissist തന്നെയാണ് grandiose narcissist. Overt ഞാൻ എഴുതാൻ മറന്നുപോയി. ഇത് grandiose narcissist എന്ന് പറയുന്നത് overt narcissist ആണ്. So these people are vulnerable narcissists. They feel deeply broken inside. They have an exaggerated sense of self-importance. They feel entitled and exploit others. They lack empathy. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് ലീസ്റ്റ് പാത്തോളജിക്കൽ ടു മോസ്റ്റ് പാത്തോളജിക്കലായിട്ട് ക്ലാസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി ഈസ് സെൽഫ് പ്രൊമോട്ടർ, സെക്കൻഡ് വൺ ഈസ് എ മാനിപ്പുലേറ്റർ ഓർ എ ട്രിക്സ്റ്റർ, തേർഡ് വൺ ഈസ് ടൈറൺ ഓർ എ ബുള്ളി. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ സെൽഫ് പ്രൊമോഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, അവരാരെയും ഉപദ്രവിക്കുന്നില്ല. പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഹി നോട്ട് ഓൺലി സെൽഫ് പ്രൊമോട്ട് ബട്ട് ഹി ഈസ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് ട്രിക്കിംഗ് അതേഴ്സ്. In the third level they are getting high power and they are becoming a cult leader or a military dictator or something like that. As a self promoter, he is feeling shame, he feel deep need for admiration, try to make the best impression, endless self promotion, fear of being unimportant, overinflated sense of self achievement, lack of empathy, hypervigilance to criticism. But when we go to the next level as a manipulator, he is unwilling to go back to his original feelings of shame, and he is starting to depart from his self, and he is coming to realize his exaggerated sense of self, or he become deeply committed to the perceived self, new self. Use trickery and deception to maintain the false self, start believing in their own lies, the starting of departure from empathy. And when he become a tyrant at the last level of most pathological way, and it's a very rare level, they make great success using their false self. Something like a cult leader or a military dictator. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു നാർസിസിക് സ്പെക്ട്രമാണ്. ഇതിങ്ങനെ വൺ പേഴ്സൺ ഗ്രോയിങ് ഫ്രം വൺ ലെവൽ ടു ദ നെക്സ്റ്റ് എന്നല്ല, ജസ്റ്റ് in the terms of how lethal they are or less lethal they are. So one could be a classic narcissist, or overt or covert, a sociopath or psychopath. From a least pathological to the most pathological, they are put in a chronological order. That's what this classification shows. So again, in the same level, a narcissist could be a controlling person, a manipulating person, or a narcissist. So this also is listed from a least pathological to a most pathological level. So in all these slides, we have seen different ways of looking at narcissism. അതുപോലെ തന്നെ നാർസിസത്തെക്കുറിച്ച് നമ്മളിവിടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തല്ല ഉദ്ദേശിക്കുന്നത് എന്നുകൂടി നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരാളുടെ നാർസിസം വരുമ്പോൾ മാത്രമാണ് അത് പ്രശ്നമാകുന്നത്. ഒരാൾ നാർസിസം ആണെങ്കിൽ നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ ഒരാളുടെ നാർസിസം വളരുമ്പോഴാണ് when it is malignant. When it is not malignant, we don't have an issue with that. So we are discussing malignant narcissism. We are not discussing psychopathy, we are discussing sociopathy, because അതിനാണ് നിയമം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തത്. നിയമം കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, നിയമത്തിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ വി ആർ ഡിസ്കസിങ് sociopathy instead of psychopathy. Discussing more of covert narcissism instead of overt narcissism, because that is more dangerous and unable to find out.